ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. നമുക്കൊരു 7 പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി 1 ആദ്യമേ നോക്കാം. ഇവിടെ പ്രോപ്പർട്ടി 1 ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞെങ്കിൽ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു മൈനസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ആർ. അപ്പം പ്രോപ്പർട്ടിയുടെ എല്ലാം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചില പ്രോപ്പർട്ടിയുടെ ഒക്കെ പ്രൂഫ് ചോദിക്കുന്നതായിട്ട് കാണുന്നതുകൊണ്ട് പ്രൂഫിവിടെ ഞാനിവിടെ എഴുതുന്നു. സാധിക്കുന്നവർ അതിലൂടെ പഠിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കിത് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് പ്രൂഫ് എഴുതുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് എക്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായത് ഒരു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനാണ്. അതായത് നമ്മളിങ്ങനെ പഠിച്ചിട്ട് എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്നൊക്കെ ഐ എക്സ് എന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഉള്ള കോമ്പോസിഷൻ, ഇതൊരു സിംഗിൾ ഫംഗ്ഷനാണ്. ഇതിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുമെന്ന് പഠിച്ചു. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൈൻ എടുക്കുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എക്സ് വരും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജി ഇതൊരു സിംഗിൾ ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തതിൻ്റെ ഡൊമൈൻ, ഇതൊരു സിംഗിൾ ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഡൊമൈനും വേണം, റേഞ്ചും വേണം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഞാൻ അന്ന് നിങ്ങളെ പഠിപ്പിച്ചതാണ്, ഈ ജിയുടെ ഡൊമൈൻ ആയിരിക്കും. ഇതൊരു സിംഗിൾ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈനും എഫിൻ്റെ റേഞ്ചും ആയിരിക്കും ഇതിനെടുക്കാൻ പോകുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് സൈൻ ഇൻവേഴ്സ് എക്സ് ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഡൊമൈൻ ഈസ് ദാറ്റ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻവേർട്ടബിൾ സൈനിൻ്റെ റേഞ്ച് ആയിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഡൊമൈനിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ, ഇപ്പോൾ എഫ് ഡോട്ട് ജി ആണെങ്കിൽ, എഫ് കോമ്പോസിറ്റ് ജി ആണെങ്കിൽ ജിയുടെ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ ജിയുടെ ഡൊമൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്, അതൊരു സിംഗിൾ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഈസ് ദാറ്റ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താണ്? -1 to 1. അതായത് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ -1 to 1. അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ സൈൻ എക്സിന് എടുക്കാവുന്ന വാല്യൂ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കണ്ടീഷനും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മെയിനായിട്ട് ഈ ഫംഗ്ഷൻ്റെ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളതാണ്. ഈ കണ്ടീഷനും പ്രോബ്ലമൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെയാണ് കണ്ടീഷൻ ഓർത്തിരിക്കേണ്ടതെന്ന് മനസ്സിലായി. അതായത് ഇവിടെ വരുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണോ അത് എക്സ് ബിലോങ്സ് ടു എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കോസ് നോക്കാം. കോസ് ഇൻവേഴ്സ് എക്സ് അതും എക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു കോമ്പോസിഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. ഈ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. വാട്ട് ഈസ് ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ്? ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എടുക്കാം. ഇതും ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ കൂടെ കോമ്പോസിഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എപ്പോഴും എക്സ് ആയിരിക്കും. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ, ഇത് കോമ്പോസിഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ എക്സ് വരുന്നു എന്നുള്ള മനസ്സിലായി. ഇതിൻ്റെ കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ വരുന്ന ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ഫംഗ്ഷൻ്റെ എല്ലാ ഡൊമൈൻ എവിടെ വരുന്നു, ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എവിടെ വരുന്നു, ആ രീതിയിൽ അതിൻ്റെ ഡൊമൈൻ ഓർത്തിരിക്കുക. പിന്നെ ഇതിന് നമുക്ക് പ്രൂഫ്, ഈ 3 കൂടെ പ്രൂഫ് കൂടെ നോക്കാം.
ഇത് ചില പരീക്ഷകൾക്ക് ഈ 7 പ്രോപ്പർട്ടിയിൽ ചില പ്രോപ്പർട്ടിയുടെയൊക്കെ പ്രൂഫ് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂഫൂടെ പറഞ്ഞങ്ങ് പോവാം. ആദ്യത്തെ കണ്ടീഷൻ ഇതായിരുന്നു, സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമുക്ക് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. ഇവിടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. x2 belongs to -1 to 1. അപ്പോൾ ഇത് പ്രൂഫ് ആയിട്ടൊന്നും വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ എടുക്കുന്നത്, ലെറ്റ് ഓർ സപ്പോസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് ഇതെല്ലാം ആംഗിളാണ് വരാൻ പോകുന്നത്. സൈൻ ഇൻവേഴ്സ് നേരെ പറഞ്ഞിട്ട് സൈൻ എക്സ് ആണെങ്കിൽ നമ്പറായിട്ട് റിയൽ നമ്പർ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, -π/2 ≤ സൈൻ ഇൻവേഴ്സ് എക്സ് ≤ π/2. -π/2 നും π/2 ഇടയിലുള്ള ഒരു ആംഗിളാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് അങ്ങ് എടുക്കണം. തീറ്റ എപ്പോഴും നമ്മളൊരു ആംഗിളാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഉടനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ, ഇവിടെ സൈൻ ഇൻവേഴ്സ് ആണ്, അപ്പുറത്ത് വരുമ്പോൾ സൈൻ തീറ്റ എന്ന് വരും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഈക്വൽ സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഡെഫിനിഷൻ ഓഫ് inverse trigonometric function. ഇനി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്തായിട്ട് എടുക്കണമെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. therefore സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയും പ്രൂഫൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ എക്സിൻ്റെ കണ്ടീഷനോട് നമുക്കൊന്ന് പറയാം. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഹിയർ എക്സ് ബിലോങ്സ് ടു, എവിടെയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. അപ്പോൾ ഇത് കണ്ടീഷൻ ഉൾപ്പെടെ എല്ലാ പ്രൂഫുമായി ഉടനെ നമുക്ക് അങ്ങനെ എഴുതാം. therefore സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് where എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ഇത്ര പ്രൂഫ് എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതി വെച്ചാൽ. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തത് കോസ് ഇൻവേഴ്സ് എക്സ്, അത് നോക്കാം. രണ്ടാമത്തെ പ്രൂഫ് ഇതാണ്, കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. അതും ഇതുപോലെ തന്നെ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. സപ്പോസ് കോസ് ഇൻവേഴ്സ് എക്സ് ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ തീറ്റ എന്ന് എടുക്കുന്നു. therefore എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വരുന്നു. അപ്പോൾ എക്സിന് തീറ്റ കാണുന്നിടത്ത് നമുക്ക് ഉടനെ തന്നെ കോസ് ഇൻവേഴ്സ്, അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, therefore കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടം വരെയായി. ഇനി അതിൻ്റെ കണ്ടീഷനൊന്ന് പറഞ്ഞു നോക്കാം. ഹിയർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ആണ്, ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു -1 to 1 എന്ന് പറയാം. ഉടനെ നമുക്ക് എന്നാ പറയാൻ സാധിക്കും, therefore കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു -1 to 1. ഇതുപോലെ തന്നെ നമുക്ക് ടാനിൻ്റെ കണ്ടീഷനോടെ നോക്കാം. മൂന്നാമത്തത് ടാൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പ്രൂഫ് ഇവിടെ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ R ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ പ്രൂഫിന് വ്യത്യാസമൊന്നുമില്ല. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് സപ്പോസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറയാം. ഉടനെ തന്നെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ, ഇനി തീറ്റയ്ക്ക് വരെ നമ്മൾ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. therefore എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതും. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടീഷൻ പഠിച്ചത്, അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്, മൂന്നാമത്തെ പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇവിടം വരെ കിട്ടി. ഇനി അതിൻ്റെ കണ്ടീഷനോടെ നോക്കാം. ഹിയർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ആണ്. ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് നമുക്കറിയാം. ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് tan inverse x is equal to x, where x belongs to domain of tan inverse, that is x belongs to set of real number capital. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടി നിങ്ങൾ ഓർത്തിരിക്കണം. സാധിക്കുന്നതിൻ്റെ കണ്ടീഷനോടെ കാണാൻ പഠിക്കണം. പ്രൂഫ് ചില പ്രോപ്പർട്ടിയുടെയൊക്കെ പ്രൂഫ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രൂഫോടൊന്നും ഇത് പ്രൂഫ് അധികമൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഈ പ്രൂഫോട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തായിട്ട് നമുക്ക് പ്രോപ്പർട്ടി 1 ജിയോജിബ്ര ഉപയോഗിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി 1ൻ്റെ ഒന്നാമത്തെ പാർട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 ആണ്. ഇത് ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ വിൻഡോയിലേക്ക് നോക്കിയേ, ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫംഗ്ഷനാണ്, ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതാണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിനാണ്. അത് ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. ഇതിൻ്റെ റേഞ്ച് എന്താണ്? ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സൈനിൻ്റെ റേഞ്ചാണ്. സൈനിൻ്റെ റേഞ്ച് എവിടെയാണ്? ഇൻവെർട്ടബിൾ സൈനിൻ്റെ റേഞ്ച് -1 to 1. അതാണ് നമ്മൾ ഈ ഫിഗറിനകത്ത് കാണുന്നത്. ഇതിൻ്റെ ഡൊമെയിൻ -1 to 1, ഡൊമെയിൻ -1 to 1. റേഞ്ച് എന്ന് പറയുന്നത് y ആക്സിസ് നോക്കുക, ക്ലോസ് ഇൻ്റർവൽ -1 to 1. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ എക്സിൻ്റെ വാല്യൂ -1 to 1 ആണ് ഡൊമെയിന്. അപ്പോൾ ഇനി ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് നമുക്ക് എങ്ങനെ ഈ ജിയോജിബ്ര പ്രസൻറ്റേഷനിലൂടെ നോക്കാം. അതിനുവേണ്ടി നമ്മൾ y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുന്നു. y ഈസ് ഈക്വൽ ടു എക്സ് കണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇപ്പോൾ കാണാനില്ല. എന്തുകൊണ്ടാണ് കാണാനില്ലാതെ വന്നത്? അത് കണ്ടോ, കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്നിനു മേളിൽ ഒന്നായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും കോയിൻസൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നത് എക്സിൻ്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ വരുമ്പോഴാണെന്ന് നോക്കിയേ -1 to 1. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ, സൈഡ് കണ്ടീഷൻ പറയുന്നുണ്ട് എക്സ് ബിലോങ് ടു -1 to 1. അതായത് ഡൊമെയിൻ നോക്കിയേ, ഡൊമെയിന് എക്സിൻ്റെ വാല്യൂ -1 to 1 വരുന്നിടം അത്രയും സ്ഥലം മാത്രമേ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു -1 ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. അതിനപ്പുറത്തോട്ടൊന്നും എക്സ് ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം -1 തൊട്ട് 1 വരെ ക്ലോസ് ഇൻ്റർവൽ -1 to 1. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് ഈ ജിയോജിബ്ര പ്രസൻറ്റേഷനിലൂടെ നോക്കാം. അതിനുവേണ്ടി ആദ്യമേ നമുക്ക് നോക്കേണ്ടത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ. ആ ഒരു റെഡ് കളറിലുള്ള ഒരു ഗ്രാഫാണ് അത്. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് കാണുന്നത്. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ഏതിൻ്റെ ഡൊമെയിനാണ്? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ എന്താണ്? ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? കോസിൻ്റെ റേഞ്ചാണ്. അതായത് ഇൻവെർട്ടിബിൾ കോസിൻ്റെ റേഞ്ച് എന്താണ്? ക്ലോസ് ഇൻ്റർവൽ -1 to 1. അപ്പോൾ അതുകൊണ്ടാണ് ആ -1 to 1 എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് നോക്കും. y ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നോക്കിയേ, y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ വരച്ചപ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്തു. എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ -1 to 1 ആകുന്ന സമയത്താണ്. -1 to 1 ഉണ്ടോ? എക്സിൻ്റെ വാല്യൂ എക്സ് ആക്സിലെ -1 to 1 ആകുമ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ -1 to 1. അപ്പോൾ ഇതിൻ്റെ ക്ലിയർ പ്രൂഫ് നമുക്ക് ജിയോജിബ്രയിലൂടെ നമുക്ക് മനസ്സിലായി. സൈഡ് കണ്ടീഷന് നമുക്ക് ഈ രീതിയിൽ ഓർത്ത് വെക്കാം. അടുത്ത നമ്മൾ മൂന്നാമത്തെ ഈ പ്രോപ്പർട്ടി 1ൻ്റെ മൂന്നാമത്തെ സബ് പാർട്ട് ഇതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു
ക്യാപിറ്റൽ ആർ സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു നീല നിറത്തിൽ കാണുന്ന ആ ഗ്രാഫാണ് നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ആ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ഏതായിരിക്കും? ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ഏതാണ്? സെറ്റ് ഓഫ് റിയൽ നമ്പർ ക്യാപിറ്റൽ ആറാണ്. ഇനി ഇതിൻ്റെ റേഞ്ച് എന്താണ്? അത് ടാനിൻ്റെ റേഞ്ചാണ്. ഇൻവെർട്ടബിൾ ടാനിൻ്റെ റേഞ്ച് എന്താണ്? അതും സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ് ആക്സിൽ നോക്കുകയും എക്സ് ആക്സിൽ മൊത്തം റിയൽ നമ്പർ കയറി വരുന്നുണ്ട്, വൈ ആക്സിലും റിയൽ നമ്പർ കയറി വരുന്നുണ്ട്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് മനസ്സിലായല്ലോ. വെൻ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ ആണെന്ന് കാണാം. ഇനി y ഈക്വൽ ടു എക്സ് എങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കി കണ്ടോ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ നോക്കി, രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തു. അത് -1 തൊട്ട് 1 വരെയാണോ എന്ന് നോക്കി? അല്ല, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിലെ ഈ രണ്ട് സ്ട്രൈറ്റ് ലൈനും കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടിയുടെ മൂന്നാമത്തെ സബ്പാർട്ട് നമ്മൾ പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ. അടുത്ത് നമുക്ക് പ്രോപ്പർട്ടി നമ്പർ 2 ആണ്. എന്തൊക്കെയാണ് ഇവിടെ പ്രോപ്പർട്ടി നമ്പർ 2ൽ പറഞ്ഞിരിക്കുന്ന റിസൾട്ട്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വെർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് വെർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 to π ആണ്. പിന്നെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് വെർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഫംഗ്ഷൻ നേരെ ഇപ്പം എഫ് കോമ്പോസിറ്റ് ജി അല്ലെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറഞ്ഞ പോലെ തിരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കോമ്പോസിഷൻ ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു എഫ് ഇൻവേഴ്സ് ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ സൈൻ ഇൻവേഴ്സും അതിൻ്റെ ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഐഡൻറ്റിറ്റി ഫംഗ്ഷനായ എക്സ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മളെ ജി കോമ്പോസിറ്റ് എഫ് ആണെങ്കിൽ ഇവിടെ എഫിൻ്റെ ഡൊമെയിൻ ആയിരിക്കും അല്ലെ, ഇവിടെ വരുന്ന എന്താണോ ഇവിടെ വരുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആയിരിക്കും ഇവിടെ വരുന്നതിൻ്റെ റേഞ്ച് അല്ലെ കോ ഡൊമെയിൻ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് ഇതിൻ്റെ ഡൊമെയിൻ ഏതായിരിക്കും? ഡൊമെയിൻ ഈസ് ദാറ്റ് ഓഫ് സൈൻ എക്സ് ആൻഡ് റേഞ്ച് ഈസ് ദാറ്റ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നോക്കാം. ഇവിടെ എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് സൈൻ എക്സ് ആണ്. സൈൻ എന്ന് പറയുമ്പോൾ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആയിരിക്കണം. നമ്മൾ എഫ് കോമ്പോസിറ്റ് ജി അല്ലെ ജി കോമ്പോസിറ്റ് എഫ് ഈക്വൽ ടു ഐ എന്ന് പറയാൻ എഫും ജിയും ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ ബൈജക്ഷൻ ആയിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇൻവേർട്ടബിൾ സൈൻ ആയിരിക്കും. നമ്മൾ മുമ്പ് കോസ് ഇൻവേഴ്സിൻ്റെ അല്ലെ സൈൻ ഇൻവേഴ്സിൻ്റെ ഒക്കെ ഡൊമെയിൻ പറഞ്ഞ പോലെ ഇവിടെ ഇൻവേർട്ടബിൾ സൈനിൻ്റെ ഡൊമെയിൻ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഇതിൻ്റെ ഡൊമെയിൻ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഡൊമെയിൻ ഓഫ് സൈൻ എക്സ് ആയിരിക്കണം. വെറും സൈൻ എക്സ് അല്ല, ഇൻവേർട്ടബിൾ സൈൻ എക്സ് ആണ്. ഞാൻ എൻ്റെ ഇൻവേർട്ടബിൾ സൈൻ എക്സ് നമ്മൾ നേരത്തെ തന്നെ ടേബിളായിട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇൻവേർട്ടബിൾ സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്നാ -π/2 ക്ലോസ് ഇൻ്റർ -π/2 ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു -π/2 ടു എന്താണ് π/2. ഇതായിരിക്കണം ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൊമെയിൻ ഓഫ് സൈൻ എക്സ് ഇൻവേർട്ടബിൾ സൈൻ ദാറ്റ് ഈസ് -π/2 ടു π/2. ഇതുപോലെ തന്നെ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് രണ്ട് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് എഴുതാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഡൊമെയിനാണ് എടുക്കേണ്ടത്? ഇതൊരു സിംഗിൾ ഫംഗ്ഷൻ ആണ്. സിംഗിൾ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഡൊമെയിൻ ഓഫ് നമ്മളിപ്പോൾ റേഞ്ചിനെ കുറിച്ച് പറയുന്നില്ല, കാരണം ഇവിടെ കണ്ടീഷൻ ഡൊമെയിനെ കുറിച്ചാണ്, അതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത്. ഡൊമെയിൻ ഓഫ് ഇൻവേർട്ടബിൾ കോസ് ആണ്. ദാറ്റ് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു ഇൻവേർട്ടബിൾ കോസിൻ്റെ ഡൊമെയിൻ എന്താണ്? ക്ലോസ് ഇൻ്റർവൽ 0 to π. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ഇൻ്റർവൽ 0 to π. അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് ആദ്യം ഓർത്തിരിക്കണം. ഇതിൻ്റെ കണ്ടീഷൻ ഓർത്തിരിക്കാനായിട്ട് ഇൻവേർട്ടബിൾ കോസിൻ്റെ ഡൊമെയിൻ നമ്മൾ വരുന്നതായിട്ട് ഓർത്തായിരുന്നു. അടുത്തത് ടാൻ ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് രണ്ട് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എക്സ് വന്നു. ഈ എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് ഇൻവേർട്ടബിൾ ടാൻ ആണ്.
എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ടാൻ എടുക്കുമ്പോൾ ഇൻവേർട്ടബിൾ ടാൻ എടുക്കാമെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വന്നത്. അപ്പോൾ ഈ 3 റിസൾട്ട് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസിക്കൽ എക്സ് എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസിക്കൽ എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ 0 to π. പിന്നെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഇസിക്കൽ എക്സ് ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് ഓർത്താൽ മതി. ഇവിടെ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടാൻ എക്സ് ദാറ്റ് ഈസ് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്കും കൂടെ ഒന്ന് വരാം. മുമ്പിലത്തെ പ്രൂഫ് പോലെ തന്നെയാണ് ഇവിടെയും പ്രൂഫ് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2. ഇതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് നോക്കാം. പ്രൂഫ് ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇവിടെ നമ്മൾ തുടങ്ങേണ്ട ഈ ബ്രാക്കറ്റിന് സൈൻ ഓഫ് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നതാണ് നമ്മൾ എന്തെങ്കിലും എടുക്കുക. സപ്പോസ് സൈൻ എക്സ് ഇസിക്കൽ നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു നമ്പർ ആയിരിക്കും. -1നും ഇടയിലുള്ള ഒരു +1നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും എന്ന് പറയും. അപ്പം സൈൻ നേരെ മറിച്ച് സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം -π/2 to > സൈൻ ഇൻവേഴ്സ് എക്സ് > π/2. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ആയതുകൊണ്ട് ഒരു റിയൽ നമ്പർ ആയിരിക്കും. -1നും 1നും ഇടയ്ക്കുള്ള ഇൻക്ലൂഡിങ് -1 and 1. അപ്പോൾ അത് നമ്പർ ആയതുകൊണ്ട് നമുക്ക് തീറ്റാൻ എടുക്കുന്നതിന് പകരം y എന്ന് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ തീറ്റ എടുത്ത് ഇവിടെ എന്തുകൊണ്ടാണ് y എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? ഫോർ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് y എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ എഴുതും സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു y എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ സൈൻ എക്സ് എന്ന് എഴുതാം. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? therefore സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ റിസൾട്ടായി. ഇനി അതിൻ്റെ കണ്ടീഷനോടെ നോക്കാം. ഹിയർ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ഇൻവേർട്ടബിൾ സൈൻ. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സൈൻ എക്സ് ഇൻവേർട്ടബിൾ സൈൻ ആണ്. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു നമുക്കറിയാം ഇൻവേർട്ടബിൾ സൈനിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -π/2 ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2. അതുകൊണ്ട് റിസൾട്ടുമാണ്. അപ്പോൾ ഇത് റിസൾട്ടുമാണ്. ഇത് അതിൻ്റെ കണ്ടീഷനുമാണ്. രണ്ടും കൂടെ ചേർത്ത് എഴുതി നമുക്ക് എന്ത് പറയാം? therefore സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2. അപ്പോൾ ഈ രീതിയിൽ ഇത് ഓർത്തിരിക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മറ്റ് പ്രൂഫുകളും 2ൻ്റെയും 3ൻ്റെയും പ്രൂഫ് എഴുതാം. നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. അത് നമ്മുടെ രണ്ടാമത്തെ റിസൾട്ട് ഇതാണ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ്സ് ടു 0 to π ക്ലോസ് ഇൻ്റർവൽ 0 to π. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എഴുതുമ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ചില ചേഞ്ചസ് വരുത്തിയാൽ മതി. സപ്പോസ് ഇവിടെ സൈൻ എക്സിന് വരെ നമ്മൾ കോസ് എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് y എന്ന് വരും ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് അതുപോലെ തന്നെ എഴുതി. ഇനി y എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് എക്സ് ആണ്. ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്ത് കോസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്താണ് റിസൾട്ട് വരുന്നത്? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടി ആയി. ഇനി അതിൻ്റെ കണ്ടീഷനോടെ നോക്കാം. എന്താണ് കണ്ടീഷൻ നോക്കാം. ഹിയർ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് ഇൻവേർട്ടബിൾ കോസ് ആണ്. അപ്പോൾ കോസിൻ്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവേർട്ടബിൾ കോസിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ 0 to π ആണ്. സോ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് കോസ് ഇൻവേഴ്സ് കോസ് എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് എഫ് ആയതുകൊണ്ട് എക്സ് ആണ്. വേറെ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to π ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രൂഫ് മാറ്റി എഴുതും. അവസാനമായിട്ട് മൂന്നാമത്തെ പ്രൂഫ് എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അവിടെ കണ്ടീഷൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ആണ്. ഇവിടെയും നേരത്തെ എഴുതിയ പോലെ തന്നെ പ്രൂഫ് നമുക്ക് പോകാം. ഈ ബ്രാക്കറ്റിനകത്തുള്ളത് y ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു y എന്നെടുക്കുന്നു. therefore by the definition of invertible
ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതും. ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റി എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് വൈക്ക് പകരം ടാൻ എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ റിസൾട്ട് തന്നെ ഇവിടെ മാറി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടീഷനോട് നോക്കാം. ഇവിടെ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ഇൻവേർട്ടബിൾ ടാൻ. ഇപ്പോൾ ടാനിൻ്റെ ഡൊമൈൻ എന്താണെന്ന് നമുക്കിവിടെ അറിയാം. ഇൻവേർട്ടബിൾ ടാനിൻ്റെ ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2 ആണ്. ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്തായിട്ട് മാറി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്, വേറെ എക്സ് ബിലോങ്സ് ടു ടാനിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ ഇത് ഈ പ്രൂഫ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ആ റിസൾട്ട് ഒന്നുകൂടെ ഞാൻ വായിക്കാതെ ഓർത്തിരിക്കണം. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2. രണ്ടാമത്തെ റിസൾട്ട് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവെൽ 0 to π. മൂന്നാമത്തെ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്, വേർ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതായി നമുക്ക് പ്രോപ്പർട്ടി 2, രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ പ്രൂഫ് നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലെ ആദ്യത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്, വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഒരു സിംഗിൾ ഫംഗ്ഷനാണ്, കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സൈനിൻ്റെ ഡൊമെയിനാണ്. ഇൻവേർട്ടബിൾ സൈനിൻ്റെ ഡൊമെയിൻ ഏതാണ്? ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സ് ആക്സിസ് നോക്കുക, അതാണ് -π/2 to π/2 കാണാം. പിന്നെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എടുക്കാമെങ്കിൽ ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ്. അതേതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്? അതും ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2. അതാണ് നമ്മൾ y ആക്സിസിൽ -π/2 to π/2 നോക്കിയേ. അപ്പോൾ എവിടെയാണ് ഇത് ഡിഫൈൻ ചെയ്തത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതിനകത്ത് എക്സ് ബിലോങ്സ് ടു -π/2 to π/2 എന്ന് പറയുന്നത് സൈൻ എക്സ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഈ ഗ്രാഫിനകത്ത് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് കൊടുക്കുന്നു. y ഈക്വൽ ടു എക്സ്, അതും സൈൻ കണ്ടോ നോക്കിയേ. ആ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എവിടെയാണ് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എക്സൈസിലേക്ക് നോക്കിയേ -π/2 to π/2. അതുകൊണ്ടാണ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ വരുമ്പോഴാണ് -π/2 to π/2. അതുകൊണ്ടാണ് ഈ സൈഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2. അത്രയും ഭാഗത്ത് മാത്രമേ ഈ ഗ്രാഫ് രണ്ടും കോയിൻസൈഡ് ചെയ്യുകയുള്ളൂ. അത് മറ്റുള്ള എക്സിൻ്റെ വാല്യൂയിലൊന്നും തന്നെ ഇത് കോയിൻസൈഡ് ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ പ്രോപ്പർട്ടി സബ് പ്രോപ്പർട്ടി മനസ്സിലായി. പ്രോപ്പർട്ടി രണ്ടിൻ്റെ ഒന്നാമത്തെ പാർട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവെൽ -π/2 to π/2 എന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കിയാൽ പ്രോപ്പർട്ടി 2ൻ്റെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് വെയർ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവെൽ 0 to π എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം കോസ് ഇൻവേഴ്സ് കോസ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഉണ്ടോ? ഒരു ചുമല നിറത്തിൽ ഈ ഗ്രാഫ് നമ്മുടെ വിൻഡോയിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇതിൻ്റെ ഡൊമെയിൻ എവിടെയാണ്? കോസിൻ്റെ ഡൊമെയിനാണ്. കോസിൻ്റെ ഡൊമെയിൻ ഏതാണ്? ഇൻവെർട്ടബിൾ കോസിൻ്റെ ഡൊമെയിൻ ക്ലോസ് ഇൻ്റർവെൽ 0 to π. കണ്ടോ? എക്സ് ആക്സിൽ 0 to π അത്രയും ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്താണ്? കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ്. എന്താണ് കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച്? അതും ക്ലോസ് ഇൻ്റർവെൽ 0 to π ആണ്. അപ്പോൾ അതാണ് 0 to π എന്ന് നമ്മൾ കാണുന്നത്. ഇനി ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഒന്ന് എടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണെന്ന് നോക്കി ആണ്ടോ? എക്സിൻ്റെ വാല്യൂ 0 to π വരുന്ന അത്രയും ഭാഗം 0 to π അത്രയും ഭാഗത്ത് മാത്രമേ ഈ ഗ്രാഫ് കോയിൻസൈഡ് ചെയ്യുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് എന്തർത്ഥമാക്കാം? കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് വേറെ വെൻ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവെൽ 0 to π 0 തൊട്ട് π വരെയുള്ള ഭാഗത്ത് ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യും. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രോപ്പർട്ടി 2ൻ്റെ മൂന്നാമത്തെ സബ് പാർട്ട് നോക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് വേർ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2 ആണ്.
അപ്പോൾ അത് നമുക്ക് ഇതെങ്ങനെയാണ് ജിയോജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് അതാണ് നമ്മൾ കണ്ട നീല നിറത്തിൽ ഇവിടെ കാണാം. ഇതാണ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എടുക്കാമെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ എവിടെയാണ്? നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡൊമെയിൻ ആയിരിക്കും. ടാൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ആണ്. കണ്ടോ അവിടെ തൊട്ട് അവിടം വരെ. ഇനി ഇതിൻ്റെ റേഞ്ച് ഏതിൻ്റെ റേഞ്ചാണ്? ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഏതാണ്? അതും ഓപ്പൺ ഇൻ്റർവൽ π/2 to π/2. ഇപ്പോൾ y ആക്സിലെ -π/2 to π/2 എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫ്. ഇനി ഇത് =x ആണ് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? അതിന് വേണ്ടി നമ്മൾ y=x എന്ന് പറയുന്ന ഗ്രാഫ് കൂടെ ഒന്ന് എടുക്കുന്നു. രണ്ട് ഗ്രാഫ് കൂടെ കാണുന്നു. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്ന നോക്കി എവിടം തൊട്ട് എവിടം വരെയാണ്? എക്സിൻ്റെ വാല്യൂ -π/2 to π/2 വരുന്ന ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 വരുന്ന അത്രയും ഭാഗത്താണ് ഈ ഗ്രാഫ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് =x വേർ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. അപ്പോൾ ഇതാണ് നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ച് ഈ പ്രോപ്പർട്ടി രണ്ടിൻ്റെ പ്രൂഫ് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത പ്രോപ്പർട്ടി 3 ആണ്, മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് -x, സൈൻ ഇൻവേഴ്സ് -x മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് x വേർ x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. ടാൻ ഇൻവേഴ്സ് -x -tan x വേർ x ബിലോങ്സ് ടു r ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ. കൊസീക് ഇൻവേഴ്സ് -x minus cosec inverse x where x belongs to r minus open interval -1 to 1. ഇതെങ്ങനെയാണ് ഇത് പ്രോപ്പർട്ടി വരുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്, അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ്, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് -x, ഇവിടെ സൈൻ ഇൻവേഴ്സ് x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2 നമ്മൾ പ്രോബ്ലം ഒക്കെ നേരത്തെ ചെയ്തപ്പോൾ -π/6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് -1/2 -π/6 എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് നമ്മൾ അന്നപ്പം ഇത് പ്രോബ്ലം പറഞ്ഞത്? ഇപ്പോൾ സൈൻ 1/2 എത്രയാണ്? അത് സൈൻ π/6 ആണ് 1/2, സൈൻ 30½ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/2 π/6 എന്ന് പറയും. ഇനി മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആംഗിൾ കൊടുത്തയച്ചാൽ മതി. കാരണം ഈ സൈൻ ഇൻവേഴ്സ് ഒരു നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ അത് ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോൾ പോസിറ്റീവ് വാല്യൂ എന്ത് വരുന്നത് അതിൻ്റെ മൈനസ് ഇട്ട് കൊടുക്കണമെന്നൊക്കെ നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഫോർത്ത് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ മൈനസ് വാല്യൂ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വാല്യൂ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫോർത്ത് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഈ അകത്ത് ഉള്ള വാല്യൂ നെഗറ്റീവ് വരുമ്പോൾ ഇത് ഫോർത്ത് ക്വാർട്ടറിൽ വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ മൈനസ് സൈൻ നെഗറ്റീവ് വാല്യൂ വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് -1 വന്നത് മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ ഇതിലൂടെ നോക്കാം, ഈ കണ്ടീഷൻ എങ്ങനെ വന്നു എന്ന് നോക്കാം. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് -x എന്ന് പറയുമ്പോൾ എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു ഫംഗ്ഷൻ തന്നാൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമെയിനിലാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു നമുക്കറിയാം ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഡൊമെയിൻ? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിനിൽ എക്സ് വരും. എക്സ് എടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ഡൊമെയിനിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ -1 to 1 എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ വന്നത്? അപ്പോൾ പ്രോപ്പർട്ടി ഇവിടെ എങ്ങനെ മൈനസ് വന്നു എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളിവിടെ പറഞ്ഞു സൈൻ -x എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ വരും. ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോൾ ആംഗിൾ നമ്മൾ മൈനസ് ഓഫ് പോസിറ്റീവ് ആംഗിളിൽ നിന്ന് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതനുസരിച്ചാണ് ഇവിടെ ഈ രീതിയിൽ -സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞു. ഇനി കണ്ടീഷൻ വരാൻ കാരണം എന്താണ്? എക്സ് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ്. നമുക്കറിയാം ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് കണ്ടീഷൻ നോക്കാം, മറ്റ് പ്രോപ്പർട്ടികൾ നോക്കാം. ടാൻ ഇൻവേഴ്സ് -x, ഇതും ഫോർത്ത് ക്വാർട്ടറിൽ വരുന്നതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് x എന്ന് വരും. ഇതിൻ്റെ അതുപോലെ തന്നെ മൈനസ് വരും, ഫോർത്ത് ക്വാർട്ടറിലാണ് അത് വരുന്നത് കൊണ്ടാണ്. പിന്നെ കണ്ടീഷൻ നോക്കാം, എക്സ് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് ടാൻ ഇൻവേഴ്സ് വരും. എക്സ് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ എക്സ് ബിലോങ്സ് ടു R എന്ന് വന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. പ്രോപ്പർട്ടിയുടെ മൂന്നാമത്തെ സബ്ഡിവിഷൻ ഇതാണ്, കൊസീക് ഇൻവേഴ്സ് -x. ഇതും -x എന്ന് പറയുന്നത് ഫോർത്ത് ക്വാർട്ടറിൽ വരും. നമുക്കറിയാം ഫോർത്ത് ക്വാർട്ടറിലായിട്ട് വരുന്ന ഏതൊക്കെയാണ്?
സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സും ആ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോൾ മൈനസ് സൈൻ കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് മൈനസ് കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് വരുന്നത്. ഇനി ഇവിടെ എക്സ് ബിലോങ് ടു ഏതായിരിക്കും? ഡൊമൈൻ ഓഫ് കൊസീക് ഇൻവേഴ്സ് ആണ്. ഡൊമൈൻ ഓഫ് കൊസീക് ഇൻവേഴ്സ്. നമുക്കറിയാം കൊസീക് ഇൻവേഴ്സിന് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താ? ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1 to 1. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ടീഷൻ ഇങ്ങനെ വരാൻ കാര്യം. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പർട്ടി വന്നത്, എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ പഠിക്കണം. പ്രോപ്പർട്ടി കാണാൻ പഠിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഓർത്ത് വെക്കേണ്ട, അതിൻ്റെ ഡൊമൈൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ടേബിളായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് കൂടെ നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എടുക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സിക്കൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻട്രവൽ -1 to 1. ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോസ് ഇവിടെ വരുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതൊരു ആംഗിൾ ആയതുകൊണ്ട് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ തീറ്റ എന്ന് പറയാം. ഉടനെ നമുക്ക് എന്ത് പറയാം? -x is equal to sin theta by the definition of inverse trigonometric function. By the definition എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് നമ്മൾ തന്നെ ഒന്ന് എഴുതിയാൽ ഇവിടെ എക്സ് തന്നെ നിർത്തുവാണെങ്കിൽ മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാം. ആണെങ്കിൽ മൈനസ് കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് ക്യാൻസൽ ചെയ്യും, ഇവിടെ ഒരു മൈനസ് വരും. ഇത് നമ്മളിങ്ങനെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ടാൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ. കൊസീക്ക് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് തീറ്റ. ആദ്യത്തെ ക്ലാസ് ഞാൻ ഇതെല്ലാം എഴുതി തന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു സൈൻ മൈനസ് തീറ്റ എന്ന് എഴുതാം. കാരണം സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മൾ പറഞ്ഞു ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സൈൻ ഇൻവേഴ്സ് സൈൻ ആവും. ഇനി ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഇത് എഴുതാൻ സാധിക്കും. അപ്പോൾ മൈനസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഇവിടെ മൈനസ് തീറ്റ ആണ്. അപ്പോൾ തീറ്റ എങ്ങനെ എഴുതാൻ സാധിക്കും? മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഇനി തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്ന സൈൻ ഇൻവേഴ്സ്. ഈ തീറ്റയ്ക്ക് വരെ നമ്മൾ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് എഴുതുന്നു. റൈറ്റ് സൈഡിലൊരു വ്യത്യാസമില്ല, സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതുന്നത്. ഇതല്ലേ നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ പ്രോപ്പർട്ടി നോക്കി. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി വേറെ കണ്ടീഷനോട് നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതാം. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ വരുന്നത്? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ കണ്ടീഷൻ എഴുതുവാണ്, ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. വേറെ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് അറിയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1 ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതിൻ്റെ കണ്ടീഷൻ ഇത് തന്നെയാണ്. എന്താണ് പ്രോപ്പർട്ടി ഒന്നുകൂടെ നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. വേറെ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1 ഡൊമൈൻ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റു പ്രൂഫും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആണ്. പ്രോപ്പർട്ടി 3ന്റെ സപ്പാർട്ട്, സെക്കൻഡ് സപ്പാർട്ട് ഇതാണ്. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. വേർ എക്സ് ബിലോങ്സ് ടു ആർ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. അപ്പോൾ പ്രൂഫിന് വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ സൈൻ്റെ എഴുതിയ പോലെ തന്നെ ടാൻ്റെ എഴുതി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? സപ്പോസ് ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് സിക്കൽ തീറ്റ, അത് ആംഗിൾ ആയിട്ട് തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ മൈനസ് എക്സ് ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് വന്ന് ചെല്ലുമ്പോൾ എന്താവും? ടാൻ തീറ്റ എന്നറിയും, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൈനസ് എക്സ് ഒന്ന് മാറ്റി എക്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ഓഫ് ടാൻ തീറ്റ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മൈനസ് വരും. ഇതിനെ നമുക്ക് ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതും. ടാൻ ഓഫ് മൈനസ് തീറ്റ എവിടെ നിന്നാണ്? ടാൻ ഓഫ് മൈനസ് തീറ്റ ഇസിക്കൽ മൈനസ് ടാൻ തീറ്റ. മൈനസ് ടാൻ തീറ്റ കാണുമ്പോൾ ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് എഴുതാം. ഫോർ മൈനസ് തീറ്റ ഇസിക്കൽ ടു നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ സാധിക്കും.
ഇപ്പോൾ ഇവിടെ -1 മാറ്റണമെങ്കിൽ മൈനസ് ഓഫ് രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ സാധിക്കും. ഇനി അപ്പോൾ നമുക്ക് എന്തെഴുതാം? തീറ്റയ്ക്ക് പകരം നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ടാൻ ഇൻവേഴ്സ് തീറ്റ കടന്നെടുത്ത് നമ്മൾ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ വ്യത്യാസമൊന്നുമില്ല, മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇനി കണ്ടീഷനോട് നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ആണ്. എന്താണ് ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ മൈനസ് എക്സ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആകും. വേറെ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ്. നമുക്കറിയാം ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ. അപ്പോൾ രണ്ടാമത്തെ തന്നെ പ്രൂഫായി. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഇതുപോലെ നമുക്ക് തന്നെ ചെയ്യാനുള്ളത്. അതിലൂടെ പെട്ടെന്നൊന്ന് എഴുതിയേക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു. ഇതിന്റെ കണ്ടീഷൻ എന്താണ്? ഇവിടെ ഡൊമൈൻ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ദാറ്റ് ഈസ് r മൈനസ് -1 to 1 ഓപ്പൺ ഇന്റർവെൽ -1 to 1. ഇതാണ് ഇതിന്റെ പ്രൂഫ്. എങ്ങനെ വരുമെന്ന് നോക്കണം. ഇവിടെ നമ്മൾ പ്രൂഫിന് വ്യത്യാസമൊന്നുമില്ല. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് മാറ്റുന്നു. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഒരു ആംഗിൾ ആയതുകൊണ്ട് തീറ്റ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഒരു ആംഗിൾ ആയിട്ട് അങ്ങനെ എഴുതുന്നു. അപ്പോൾ മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ആ തീറ്റ നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് അങ്ങോട്ട് പോകുന്നതായിട്ട് കൊസീക്ക് ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് കൊസീക്ക് തീറ്റ എന്ന് എഴുതും. അപ്പോൾ ഇനി മൈനസ് മാറ്റി നമുക്ക് എന്താക്കാം? പ്ലസ് ആക്കാം. മാറ്റുമ്പോഴത്തേക്കിന് ഇത് പ്ലസ് ആക്കുമ്പോൾ ഇവിടെ മൈനസ് ആവും. കൊസീക്ക് മൈനസ് കൊസീക്ക് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മളവിടെ പറഞ്ഞ പോലെ കൊസീക്ക് മൈനസ് തീറ്റയെ നമുക്ക് മൈനസ് കൊസീക്ക് തീറ്റ എന്ന് എഴുതുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കൊസീക്ക് മൈനസ് തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മൈനസ് തീറ്റ അവിടെ നിർത്തിക്കൊണ്ട് കൊസീക്ക് ഇപ്പുറത്ത് വരുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ മൈനസ് മാറ്റി ഇവിടെ പ്ലസ് ആക്കണമെങ്കിൽ മൈനസ് റൈറ്റ് സൈഡ് മൈനസ് ആവും. അപ്പോൾ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇനി നമ്മൾക്ക് തീറ്റയ്ക്ക് പകരം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് എഴുതും. കൊസീക്ക് ഇൻവേഴ്സ് തീറ്റയ്ക്ക് പകരം കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് എഴുതും. അപ്പോൾ റൈറ്റ് സൈഡ് വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് സൈഡ് നമ്മൾ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നു. അവിടെ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. നമുക്കറിയാം കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താണ്? r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ റിസൾട്ട് ഒന്നുകൂടെ എഴുതിയാൽ കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇതാണ് എഴുതിയിരിക്കുന്നത്, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. നമുക്ക് ആ റിസൾട്ട് ഒന്നുകൂടെ നോക്കാം. ഈ പ്രോപ്പർട്ടി 3 സബ്ഡിവിഷൻ ആണ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു r ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ബിലോങ് ടു r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 to 1. അപ്പോൾ ഈ പ്രോപ്പർട്ടി 3 സബ് പാർട്ട് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. അടുത്തത് പ്രോപ്പർട്ടി 3 ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടിക്ക് 3 സബ് പാർട്ടാണുള്ളത്. ആദ്യത്തെ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഇസിക്കൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ജിയോജിബ്ര അതിൽ എങ്ങനെയാണ് അതൊന്ന് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ, സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിൻ്റെ ആദ്യത്തെ ഗ്രാഫ് അങ്ങ് നമുക്ക് സൈൻ എക്സിൻ്റെ വേണ്ട. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ്. ഇനി നമുക്ക് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നോക്കാം. കണ്ടോ, അത് രണ്ടും ഈക്വലാന്ന് കണ്ടോ, കോയിൻസൈഡ് ചെയ്യുന്ന കണ്ടോ. അതിന് തൊട്ട് ഒന്നുകൂടെ അത് രണ്ടും ഒന്ന് നോക്കാം. ആദ്യം സൈൻ ഇൻവേഴ്സ് എക്സ് മാത്രം ഒന്ന് കാണാം. ഇതാണ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സിൻ്റെ ഗ്രാഫ് ഇതാണ്. ഇനി മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നോക്കാം. കണ്ടോ, ഇതാണ് മൈനസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നോക്കിക്കേ.
രണ്ടും കൂടെ നോക്കുമ്പോൾ കണ്ടോ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അതായത് എക്സിൻ്റെ വാല്യൂ -1 to 1. അതുകൊണ്ടാണ് സൈൻ ഇൻവേഴ്സ് -x മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to 1. കണ്ടോ, -1 to 1 അത്രയും ഭാഗത്താണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടി 3യുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ജിയോജിബ്ര ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ സബ് പാർട്ട് നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് നോക്കാം. ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് -x മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ആർ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ടാൻ ഇൻവേഴ്സ് -xൻ്റെ ഗ്രാഫ് എന്ന് നോക്കാം. ഇതാണ് ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് ടാൻ ഇൻവേഴ്സ് -xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാണ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന ഗ്രാഫ്. അപ്പോൾ രണ്ട് ഗ്രാഫ് ഒരുപോലെ അല്ലേ, രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കാണാം നമുക്ക്. കണ്ടോ, രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന കണ്ടോ. അത് തന്നെയല്ല, എക്സിൻ്റെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെയാണ്? സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. കണ്ടോ, എക്സ് ആക്സിസ് കംപ്ലീറ്റ് ഇത് ഡിഫൈൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്നാ മനസ്സിലാക്കാൻ സാധിക്കും? ടാൻ ഇൻവേഴ്സ് -x മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ. ഇതിൻ്റെ ഡൊമൈൻ എന്ന് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ബിലോങ് ടു ആർ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമുക്ക് പ്രോപ്പർട്ടി 3ൻ്റെ മൂന്നാമത്തെ സബ് പാർട്ട് എന്താണെന്ന് നോക്കാം. അതായത് സബ് പാർട്ട് ഇങ്ങനെയാണ് പറയുന്നത്. കൊസീക്ക് ഇൻവേഴ്സ് -x മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 to 1. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി 3ൻ്റെ മൂന്നാമത്തെ സബ് പാർട്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് -xൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഇതാണ് കൊസീക്ക് ഇൻവേഴ്സ് -xൻ്റെ ഗ്രാഫ്. അടുത്തായിട്ട് നമുക്ക് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു നോക്കാം. ഇതാണ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ്, ഈ ചുമലയായിട്ട് കാണിച്ചിരിക്കുന്നതാണ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണോ, കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഗ്രാഫ് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കണ്ടു നോക്കാം. നോക്കിയാൽ ഇത് കണ്ടോ, രണ്ടും കൂടെ ഒന്നിച്ച് കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, കോയിൻസൈഡ് ആയി വരുന്നുണ്ടോ. അതിൻ്റെ അർത്ഥം കൊസീക്ക് ഇൻവേഴ്സ് -x മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി ഇതിൻ്റെ കണ്ടീഷൻ സൈഡ് കമൻറ്റോട് നോക്കാം. എക്സ് ബിലോങ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 to 1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഗ്രാഫ് -1നും 1നും ഇടയിൽ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എക്സിന് എടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 to 1 ആണെന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുടെ മൂന്നാമത്തെ സബ് പാർട്ട് ഇതാണ്. കൊസീക്ക് ഇൻവേഴ്സ് -x മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 to 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.